ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കണു. നല്ല ചൂടാണല്ലോ. ഇങ്ങനെയുള്ള ചൂടത്ത് നല്ല രീതിയിൽ നോമ്പെടുക്കാനും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല സമാധാനത്തോടു കൂടെ നോമ്പെടുക്കാനൊക്കെ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഐശുട്ടിയുടെ കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് ആൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അൽഹംദുലില്ലാ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ ബുദ്ധിമുട്ടിനിടയിലും ഇങ്ങനെയുള്ള അന്വേഷണങ്ങളും ആശ്വാസ വാക്കുകളൊക്കെ കേൾക്കുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. ഓരോന്ന് തീരുമ്പോൾ ഓരോന്നാണ് ഉണ്ടാവുന്നത്. ബ്ലഡ് ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നീരൊക്കെ വന്ന് അത് ബ്ലഡ് കയറ്റിയപ്പോൾ മാറി. ഇപ്പോൾ ബ്ലഡ് കയറ്റിയതിന് ശേഷം പിന്നെ ബ്ലീഡിങ് വന്നു. അത് മാറിയപ്പോഴേക്ക് ലൂസ് മോഷൻ ഉണ്ടായി. അതായത് മോഷൻ കൂടെ ബ്ലഡ് പോവുക. അതും ഇപ്പോൾ ഏകദേശം നിന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല അൽഹംദുലില്ലാ. അതിന് ശേഷം ഇപ്പോൾ ശ്വാസം മുട്ട്, ഭയങ്കര ശ്വാസം മുട്ടായിരുന്നു. നെബുലൈസ് ചെയ്യുന്നുണ്ട്, മെഡിസിൻ എടുക്കുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് മുതൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ല. ആദ്യത്തെ ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. പൊതുവേ അവൾക്ക് ശ്വാസം എടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ട്. ജനിച്ച അന്ന് മുതൽ തന്നെ അവൾക്ക് ശ്വാസം എടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും അതിൻ്റെ കൂടെ ഇതും കൂടെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒട്ടും ഉറങ്ങാനും കിടക്കാനും ഇരിക്കാനൊന്നും പറ്റിയിരുന്നില്ല. അങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലായിരുന്നു. അൽഹംദുലില്ലാ അതിന്നൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ട് കേട്ടോ. പിന്നെ നമുക്ക് തന്നെ ചൂട് താങ്ങണില്ല. അപ്പം ഐശുട്ടിയുടെ കാര്യം എന്തായിരിക്കും? ഭയങ്കര ബുദ്ധിമുട്ട്, അസ്വസ്ഥതയൊക്കെ ഉണ്ട് അവൾക്ക്. ഇപ്പം എ സി കിടന്നിട്ട് തന്നെ അവളിങ്ങനെ വേർക്കും. അങ്ങനത്തെ ഒരു ഇതിലാണിപ്പോൾ. ഇൻഷാ അല്ലാ ഒക്കെ മാറും. എല്ലാവരും ദുആ ഉണ്ടല്ലോ. പിന്നെ അതുപോലെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഇൻഷാ അല്ലാ എല്ലാം ശരിയാകും. പിന്നെ പ്രോപ്പറായിട്ട് നമുക്ക് ഇന്നതിന് ഇങ്ങനെ ചെയ്താൽ മാറും എന്നുള്ളത് ഇല്ലാത്തത് കൊണ്ട് എന്താണോ നമ്മൾ അപ്പോൾ കാണുന്നത് ആ ബുദ്ധിമുട്ടിനാണ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത്. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. പിന്നെ എനിക്കും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ഐശുവിനെ നോക്കിയിട്ടാണ് ആ ബുദ്ധിമുട്ട് വന്നതെന്ന് എനിക്ക് തോന്നണില്ല. പക്ഷേ നമുക്കത് ഒന്ന് റെസ്റ്റ് എടുക്കാനോ അല്ലെങ്കിൽ ഒന്ന് ആശ്വാസത്തോടെ ഒന്ന് ഇരിക്കാനോ കിടക്കാനോ ഒന്നിനും പറ്റണില്ല. ഐഷു ഇപ്പോൾ ഉറങ്ങുമൊന്നുമില്ല, ഇങ്ങനെ കിടക്കും, തൊട്ടിലിൽ ഇങ്ങനെ കിടക്കും. നമ്മളിങ്ങനെ ആട്ടി കൊടുക്കുകയാണെങ്കിൽ അവൾ എത്ര വേണമെങ്കിലും കിടക്കും. അത് രാത്രിയെന്നില്ല പകലെന്നില്ല, അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ നടക്കുക, തൊട്ടിലാട്ടി കൊടുക്കുക, ഇതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമുക്കിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഒരു സമാധാനം ഉള്ളത്. ആ കമൻസും നമുക്ക് വരുന്ന മെസ്സേജസും ഒക്കെ കാണുമ്പോൾ ഒരു സമാധാനമാണ്. നമ്മളെ സ്നേഹിക്കാനും സപ്പോർട്ട് ചെയ്യാനൊക്കെ എത്ര ആളുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോൾ. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം കേട്ടോ. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഓരോരുത്തരും ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ചു, ഇവിടെ പോയി പ്രാർത്ഥിച്ചു, വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, നോമ്പ് തുറക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്, യാത്രയിൽ പ്രാർത്ഥന സ്വീകരിക്കുമല്ലോ ആ സമയത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അൽഹംദുലില്ലാ അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഞങ്ങൾക്ക് ആവശ്യമാണ്, അത്യാവശ്യമാണ്, ആവശ്യമല്ല. പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഗൂഗിൾ പേ നമ്പർ ചോദിച്ചവരോടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഗൂഗിൾ പേ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് ആൾ എനിക്ക് വിളിച്ചിട്ട് എന്നെ കുറേ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. എന്താ പറയുക, കുറേ ചീത്ത പറഞ്ഞു. എല്ലാവർക്കും അറിയുന്നതല്ലേ നിൻ്റെ അവസ്ഥകൾ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ വാശി പിടിക്കുന്നതെന്നൊക്കെ. ഞാൻ പറഞ്ഞു വാശിയല്ല, സത്യമായിട്ട് ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടും ഇഷ്ടം കൊണ്ടും എൻ്റെ അവസ്ഥ മനസ്സിലായതുകൊണ്ടൊക്കെയാണ് നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോയിൽ ഗൂഗിൾ പേ നമ്പർ കൊടുത്തേക്കാം. ഇൻഷാ അല്ലാ എന്താണ് പറയുക, സഹായിച്ചവർക്ക് എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നുണ്ട്. എന്നും പ്രാർത്ഥനയിലുണ്ടായിരിക്കും. സത്യം പറഞ്ഞ ഏതാ ഡേറ്റ്, ഏതാ ദിവസം ഇതൊന്നും എനിക്കറിയില്ല. എങ്കിലും ഒരു രാത്രി കഴിഞ്ഞ് പകലാകുമ്പോൾ അല്ലെങ്കിൽ ഒരു പകൽ കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ അടുത്ത രാവിനോ പകലിനോ മാറ്റം ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. അതുണ്ടാകും. ആ പ്രതീക്ഷയിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ ഈ ചൂടും മറ്റ് ഹെൽത്ത് ഇഷ്യൂസ് കാരണമായിരിക്കും ഐശുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവുന്നത്. എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കുക. അത് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, പ്രാർത്ഥനയിലപ്പുറം വേറെ ഒന്നുമില്ല എന്നുള്ളത് ആണ് എൻ്റെ വിശ്വാസം. പിന്നെ ഡോക്ടേഴ്സും പറയുന്നത് അതുതന്നെയാണല്ലോ. പിന്നെ നമുക്ക് അനുഭവത്തിൽ നിന്ന് പല കാര്യങ്ങളും ഉള്ളതല്ലേ. അതുകൊണ്ട് പ്രാർത്ഥനയോളം വരില്ല ഒന്നും. പിന്നെ മനസ്സിലുള്ള വിശ്വാസം, ഇൻഷാ അല്ലാ ഒക്കെ ശരിയാവും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. പിന്നെ എല്ലാവർക്കും നല്ല ദിവസങ്ങളായിരിക്കട്ടെ. മനസ്സിന് സന്തോഷവും സമാധാനവും സമൃദ്ധിയൊക്കെ ഉള്ള
നല്ല ദിവസങ്ങളായിരിക്കട്ടെ. ഞാൻ പല വീഡിയോയിലായിട്ട് 2 കുട്ടികളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുട്ടി 1 വയസ്സായിട്ടില്ല. ആ കുട്ടിയും പിന്നെ തിരുവനന്തപുരത്തുള്ള ഒരു മോന്, ആ മോനും ഈ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴല്ല, എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പറയാൻ. അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. വേദനകളില്ലാത്തൊരു ലോകത്തേക്ക് അവർ പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ, അതാണ് നല്ലതെന്ന് തോന്നുന്നു അവരൊക്കെ കാര്യം ആലോചിക്കുമ്പോൾ. എനിക്ക് വീഡിയോസ് അയക്കലും മെസ്സേജ് ചെയ്യലൊക്കെ ഉണ്ട്. ഞാൻ ഒരുപാട് അവരെ ആശ്വസിപ്പിക്കാറുണ്ട്. വേദന കേട്ട് ഞാനും വേദനിക്കാറുണ്ട്. നോമ്പിന് മുമ്പ് തന്നെ അവർ ഈ ലോകത്തുനിന്ന് പോയിട്ടുണ്ട്. ആ മാതാപിതാക്കൾക്ക്, 2 മക്കളുടെയും മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണം.